വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഷക്ഷുക്ക, ഒരു നോർത്ത് ആഫ്രിക്കൻ ഡിഷാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ കുറേ ദിവസമായി സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കറി. ഇതൊരു നോർത്ത് ആഫ്രിക്കൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഇതിനുണ്ടാവും, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഡിഫറെൻ്റ് ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഒരു പാനിലോട്ട് തന്നെ ഒലിവ് ഓയിലും ബട്ടറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയല്ല, ക്യാപ്സിക്കനാണ്. റെഡ് ബെൽ പെപ്പർ, അതായത് റെഡ് കളർ ക്യാപ്സിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ആഫ്രിക്കൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലല്ല ആക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾക്ക് കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാഫ് തക്കാളി ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ആ ജാറിൽ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് പകരം കെച്ചപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടികളായി വളരെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ജീരകത്തിൻ്റെ പൊടി എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ ഒരു 3 കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ കുഴിയിൽ മുട്ട വെച്ച് കൊടുക്കാം. 3 മുട്ട ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും ഇതിലധികം മുട്ട എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മേലിലായിട്ട് തന്നെ സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കണം. സ്പ്രിങ് ഓണിയൻ ഇല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷക്ഷുക്ക റെഡിയായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യലാണ് ഇതിൻ്റെ ഒരു രീതി. നമ്മളിതിന് പ്ലേറ്റിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യലാണ്. നോർമലി ഷക്ഷുക്ക അങ്ങനെയാണ് സെർവ് ചെയ്യുക. ഡിഫറെൻറ്റ് രീതിയിലുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. റംദാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സിൻ്റെതും അതുപോലെ പുഡിങ്, ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഷക്ഷുക്ക ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.